പ്രിയമുള്ളവരെ, ദ റൂട്ട്സ് ഓഫ് നിധി ഇപ്പോൾ ഉള്ളത് പുരാതന നഗരമായ ഐഹോളിലെ പ്രധാന ക്ഷേത്ര കോംപ്ലക്സിലാണ്. ഈ ഹെറിറ്റേജ് സൈറ്റിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ 2 മുൻപ് ഞാൻ ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള 3ാം ഭാഗമാണ്. നമുക്ക് പ്രധാന ക്ഷേത്രത്തിൻ്റെ വെളിയിലുള്ള പുറം കാഴ്ചകളിലേക്ക് കിടക്കാം. ഏതാണ്ട് 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന നഗര സംവിധാനമാണിത്. അതിൽ തന്നെ പ്രധാന ക്ഷേത്ര കോംപ്ലക്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോംപ്ലക്സിൽ തന്നെ ഒട്ടനവധി ചെറുതും വലുതുമായ ക്ലാസിക് നിർമ്മിതികൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൈന്ദവ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ നിർമ്മിതികളിൽ മിക്കതിലും ഇന്ന് നമുക്ക് വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ കാണാൻ സാധിക്കില്ല. പ്രധാനമായും ശിവൻ, വിഷ്ണു, പാർവതി എന്നിവർക്കാണ് ഇതെല്ലാം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പലതും നാശോന്മുഖമായിട്ടാണ് കാണാൻ സാധിക്കുക. ASI ഇന്നിത് നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ദുർഗതിക്ക് പ്രധാന കാരണം മുൻകാലങ്ങളിലെ അധിനിവേശങ്ങളും ആക്രമണങ്ങളും കൊണ്ടാണ്. പൂർണ്ണമായും ശില കൊണ്ട് നിർമ്മിച്ച ഈ നിർമ്മിതികളിൽ ഉത്തര ദക്ഷിണേന്ത്യൻ വാസ്തുശൈലികൾ പ്രകടമായി തന്നെ നമുക്ക് കാണാം. ഡക്കാൻ മേഖലയിലെ ഐഹോൾ എന്നത് ഹിന്ദു ക്ഷേത്രകലകളുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു. ഇത് ഈ കോംപ്ലക്സിലെ ഒരു വലിയ പടിക്കിണറാണ്. ഇവിടെ ഒരു വാനര കുടുംബം അവരുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേളയിലാണ്. അവർ അവരുടെ വീട്ടുവിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലാണ്. കൈക്കുഞ്ഞുമായി 2 വാനര പ്രൗഢകൾ. ഇവിടെയുള്ള ഒരു നിർമ്മിതിയുടെ ഉൾഭാഗത്തേക്ക് നമുക്കൊന്ന് കയറി വരാം. തറ തൊട്ട് മേൽപ്പുര വരെ പൂർണ്ണമായും ശില സംയോജിപ്പിച്ചെടുത്താണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ജോയിൻറ്റിങ്ങിന് അക്കാലത്തുള്ള ഒരു പ്രത്യേക ബോണ്ടിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഇത് ലീക്ക് പ്രൂഫാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഈ ശിലകളെല്ലാം തന്നെ ഉറപ്പുള്ള ഒരു തരം ചുവന്ന മണൽപ്പാറകളാണ്. അതിവിടെ യഥേഷ്ടം ലഭ്യമായ ബിൽഡിംഗ് മെറ്റീരിയലുമാണ്. ഇവിടുത്തെ മച്ചിൽ കണ്ട ഒരു ഫ്ലവർ സീലിംഗ് ആണിത്. ഈ കരിങ്കൽ തൂണുകൾ കൈകൊണ്ട് കൊത്തിയെടുത്തവയല്ല, മറിച്ച് അക്കാലത്ത് കടഞ്ഞെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ അന്നത്തെ ശില്പികൾ വികസിപ്പിച്ചിരുന്നു. ഈ ഒരു പ്രദേശം മുഴുവനും ബദാമി ചാലുക്യരുടെ അധീനതയിലായിരുന്നു. അതിനുശേഷം രാഷ്ട്രകൂടർ കൈവശപ്പെടുത്തി. അക്കാലത്ത് ഉയർന്ന ജനസംഖ്യ കൊണ്ടും മികച്ച ശില്പികളെ കൊണ്ടും സാങ്കേതിക ജ്ഞാനങ്ങളെ കൊണ്ടും അളവറ്റ സമ്പത്ത് കൊണ്ടും സമ്പന്നമായിരുന്നു ഇവിടം. ഇത് ഹുച്ചിമല്ലി എന്നറിയപ്പെടുന്ന വേറൊരു ക്ഷേത്ര കോംപ്ലക്സാണ്. ഈ ക്ഷേത്ര കോംപ്ലക്സ് നേരത്തെ കണ്ട ക്ഷേത്ര കോംപ്ലക്സിൻ്റെ വടക്ക് ഭാഗത്തായി അല്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ത്രിമൂർത്തികൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ പേരറിയാത്ത ഒട്ടനവധി ഉപക്ഷേത്രങ്ങൾ കാണാം. ഇവയെല്ലാം ഇന്ന് ASI നല്ല വൃത്തിയായിട്ട് തന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഒരു കാലത്ത് ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായിരുന്ന ഇവിടം എത്രയോ സജീവമായിരുന്നിരിക്കണം. ഇന്നിവിടം ശൂന്യമാണ്. തൻ്റെ പ്രൗഢമായ ഗതകാല സ്മരണകൾ അയവിറക്കി വരും തലമുറകൾക്കും തൻ്റെ കഥ പറയാൻ ഒരുപാട് കഥ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ ഒട്ടനവധി നന്ദി വിഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണിത്. ഈ വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കാലപ്പഴക്കം കൊണ്ട് ഈ വിഗ്രഹത്തിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഈ നന്ദികേശൻ്റെ മുഖത്ത് സ്ഫുരിക്കുന്ന നിതാന്ത ജാഗ്രതയും ഭക്തിയും ഇന്നും ആ മുഖത്ത് സ്പഷ്ടമാണ്. തൻ്റെ യജമാനനെ സ്മരിച്ചും ശുശ്രൂഷിച്ചും എത്രയോ വർഷങ്ങളായി ഇതിവിടെ നിലനിൽക്കുന്നു. ഈ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ വടക്കിഴക്ക് ഭാഗത്തായിട്ട് വലിയൊരു പടിക്കിണറുണ്ട്. ഐഹോളിൻ്റെ കാഴ്ചകൾ ഇനിയുമേറെ ബാക്കി കിടക്കുന്നു. അത് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം.